ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഹരിക്കൻ ബീച്ചിൽ പോവാണ്. അവിടെ പോയിട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആ കണ്ട ഇൻട്രോ ഉണ്ടല്ലോ, അത് ഞാൻ ആക്ച്വലി ഹരിക്കൻ റിഡ്ജിൽ എത്തിയതിന് ശേഷം എടുത്തൊരു ഇൻട്രോ ആണ്. ബട്ട് ഇപ്പം നമ്മൾ വീട്ടിലാണ്. ഇപ്പം നമ്മളെല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് കാറിൽ ഹരിക്കൻ റിഡ്ജിലേക്ക് പോവാണ്. ഹരിക്കൻ റിഡ്ജിലേക്ക് സിയാറ്റിൽ നിന്ന് ഏകദേശം ഒരു 3 hours ഡിസ്റ്റൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഫുൾ റോഡ് വഴി പോവാം, ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ ചെയ്തില്ലേ, ഫെറി എടുത്ത് ബെയിൻബ്രിഡ്ജ് പോവുക. അതുപോലെ ഫെറി എടുത്ത് ബെയിൻബ്രിഡ്ജ് പോയിട്ട് ദെൻ വി ക്യാൻ ഗോ ടു ഒളിമ്പിക് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഹരിക്കൻ റിഡ്ജ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. വിൽ ടേക്ക് എ ഫെറി ഫസ്റ്റ്, ദെൻ വിൽ റീച്ച് ബെയിൻബ്രിഡ്ജ്, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം, ഹരിക്കൻ റിഡ്ജ് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഫെറി പോവല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫെറി എത്തിക്കഴിഞ്ഞാൽ അത് ഈ വ്യൂ കാണാതെ എനിക്ക് ഓർക്കാൻ പറ്റില്ല. സോ ആ കാണുന്നുണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ദാറ്റ്സ് ഒളിമ്പിക് നാഷണൽ പാർക്ക്. ഒളിമ്പിക് നാഷണൽ പാർക്കിൽ എല്ലാ ഓൾമോസ്റ്റ് മൗണ്ടൻ റേഞ്ചസും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഹരിക്കൻ റീച്ച്. അവിടെ നമ്മൾ ഒരു സൂപ്പ് എയർബിഎൻബി ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ടൊക്കെ വൈബ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പൊക്കെ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചാർജൊക്കെ കയറ്റിയിട്ട് വേണം പോകാൻ. അപ്പോൾ പോയാലോ. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ മൂവീസിലൊക്കെ ഇങ്ങനത്തെ സ്പോട്ടൊക്കെ കാണില്ലേ, നല്ല മലയും മൗണ്ടെയ്ൻസൊക്കെ ഗ്ലേഷ്യേഴ്സൊക്കെ കാണുക. ഇപ്പം ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം ഒരു സൺസെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ആത്മവിശ്വാസവും സംഭരിച്ച് നേരെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എയർബിഎൻബിയിലേക്ക്. അങ്ങനെ നമ്മൾ എയർബിഎൻബി എത്തിയിട്ട് ഞാൻ നേരെ ബാത്റൂമിലേക്കാണ് പോയത്. ഒന്നും നോക്കിയില്ല, ബാത്റൂമിൽ പൊളിയായിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് റിയലി കോസി ഫീൽ. ഇവിടുത്തെ അടിപൊളിയായിട്ട് വാഷ് ബേസിൻ ഏരിയ, പിന്നെ അവർ മോയ്സ്ചറൈസർ, ഷാംപൂ അങ്ങനത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡ്രയർ ഉണ്ട്. അങ്ങനെ ബാത്റൂമൊക്കെ പിന്നെ നോക്കാമല്ലേ. നമുക്ക് നേരെ ഹാളിലേക്ക് പോകാം. ഹാളിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ഇപ്പോൾ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ലൈറ്റൊക്കെ ഇടാം. ലൈറ്റ് ഇട്ടു. ഇവിടെ നമുക്ക് ഹാളിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞി സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി നോക്കാം. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി മുകളിലെത്തിയപ്പോഴത്തേ ക്യൂട്ടായിട്ടുള്ളൊരു റൂം പോലെ. ഐ തിങ്ക് ഇത് കിഡ്സ് റൂമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ട് കുറേ ഡോൾസും അതുപോലെ എനിമൽ പപ്പറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൂരെ ഒരു ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് TV ഉണ്ട്. ബെഡിൻ്റെ മുകളിൽ ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ് ടോയ് ഉണ്ട്. ഫ്ലോറിൽ ഒരു ബെയറിൻ്റെ ഒരു മാറ്റല്ല, അങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് റിയലി ക്യൂട്ട്. ഇത് എന്താ പറയുക, കിഡ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും ഈ ക്യൂട്ടായിട്ടുള്ള റൂം കേട്ടോ. അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടാവും, അഡൾട്ട്സിൻ്റെതായ പ്രൈവസി ഉണ്ടാവും. ഇവിടെ നോക്കിയൊരു വോൾസ്, ഒരു ഈഗിളിൻ്റെ ടോയ്, ഭയങ്കര ക്യൂട്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു വയ്ക്കണം. അപ്പം ഞാൻ താഴത്തിറങ്ങി. ഇനി നമുക്ക് എയർബിഎൻബി ഹോം ടൂറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്പോട്ടായ ഫൈവ് പ്ലേസ് കണ്ടാലോ. ഇവിടെ നല്ല തണുപ്പായിരിക്കും ഏകദേശം ചില ടൈമിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഫയറൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചൂടാവും. പിന്നെ എയർബിഎൻബിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ ലൈറ്റിങ്സ് ആണ് കേട്ടോ. നല്ല ആൻറ്റീക്കായിട്ടുള്ള കുറേ ലൈറ്റിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, ഫ്രെയിംസ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ ഇത് കിച്ചൺ ഏരിയ കേട്ടോ. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നപ്പോൾ വെച്ചാണ്ടോ. കാരണം ഇവിടെ നമ്മൾ എയർബിഎൻബി എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാം. എല്ലാ സ്റ്റൗ, എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. ഓയിൽ, ഇടയ്ക്ക് ഫുഡ് ഐറ്റംസ് വേറെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലേറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാം ഇവിടെ തന്നെ വന്ന് കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങൾ, ലാഡിൽസ്. അപ്പുറത്തെ ട്രോളിൽ കണ്ടു, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഫുൾ ഫോക്ക്, സ്പൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് റിയലി നല്ല ക്വാളിറ്റിയുള്ള, നല്ലെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. സോ ഇറ്റ് വാസ് ലൈക്ക് റിയലി ഈസി ഫോർ എനി ഫാമിലി ടു കം ഹിയർ. ഇങ്ങനെ നമുക്ക് ഏറ്റവും നമ്മുടെ ബേസിക് കംഫർട്ട് ലെവൽ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഒരു മൈക്രോവേവ് ഒക്കെ ഉണ്ട്. പിന്നെ നോക്കിയൊരു ഫെയിം, നോട്ട് ഓൾ ദോസ് ഹു ആർ വണ്ടേഴ്സ്. ഓക്കെ, അത് ഫുൾ വായിക്കാൻ പറ്റില്ല. ഓക്കെ, ബൈ. പിന്നെ ഒരു വലിയ ഫ്രിഡ്ജ് ഉണ്ട്. ഈ റെഫ്രിജറേറ്ററിൽ ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഓൾമോസ്റ്റ് സാധനങ്ങളും ഞങ്ങളിപ്പോൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കാനില്ല. ഈ താഴത്ത് എന്താണ്? ഓക്കെ ഇത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഓക്കെ,
വേസ്റ്റ് ഇടാനുള്ള ട്രോക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് കുറേ കോഫി ഓപ്ഷൻസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈക്ക് മീഡിയം റോസ്റ്റ്, ഹൈ റോസ്റ്റ്, കുറേ ടൈപ്പ് ഫ്ലേവേഴ്സ് ഉള്ള കോഫി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കോഫി ലവേഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ അതേ കുറേ ഗ്ലാസ്സസ്, ഡിഷസൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ എയർബിഎൻബിസിലും നമുക്ക് എയർബിഎൻബി റൂൾസ് ഉണ്ടാവും. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്, ഇവിടെയുള്ള സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു യൂസർ മാനുവൽ പോലെ ഇവരുടെ ഹൗസ് റൂൾസ് എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇറങ്ങുന്ന നേരത്തും കയറുന്ന നേരത്തും ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മാനുവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടാവില്ല ഒരു എയർബിഎൻബി വന്നു കഴിഞ്ഞാൽ. നോക്കിയൊക്കെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ കിച്ചണിന് നേരെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, വിച്ച് വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. എന്താ പറയുക, ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല, ഇതാണ് അത്. അതായത് നല്ല വുഡൻ വോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഷെയ്ഡിന് മാച്ചിങ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ്, ക്ലോത്തിങ്സ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ലൈറ്റിംഗ് സെലക്ഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് വി ഷുഡ് അപ്രീഷിയേറ്റ് ദെയർ സെലക്ഷൻ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 റൂമിലും അവർ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നല്ല തണുപ്പുള്ളപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ മാറ്റാം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കോസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെവലിലെല്ലാം അവർ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി റിയലി ലവ്ഡ് ഇറ്റ്. വന്നതിന് ശേഷം അപ്പം തന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിതേ ഫൈബ്രസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് -1 ഡിഗ്രി സെൽഷ്യസ് അറ്റ് നൈറ്റ്. അപ്പം ഞങ്ങളിതേ ഫയർ പ്ലേസൊക്കെ സെറ്റ് ചെയ്യാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എയർബിഎൻബിയിൽ പുറത്തൊരു പ്ലാനും ഇല്ലാതെ അകത്ത് ചില്ല് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും കുറേ പരിപാടികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെ, ലൈക്ക് കാർഡ് ഗെയിംസ്, ബോർഡ് ഗെയിംസ്, ജങ്ക, ഉനോ, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ഈവൻ എനിക്കറിയാത്ത കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. സോ വി ചോസ് ടു പ്ലേ ജങ്ക ടു നൈറ്റ്. അപ്പം ഞാൻ നേരത്തെ ബാത്റൂമിൽ പെട്ടെന്ന് കയറി ഒരു ടൂറെല്ലാം കാണിച്ചാൽ ഇപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വാഷറും ഡ്രയറും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ബാത്റൂം നല്ല ഹൈ ക്വാളിറ്റി ബാത്റൂം ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് റിയലി സോഫ്റ്റ്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വേറെ നമ്മുടെ ബാത്ത് ടവൽസ്, ഒരു 6 പേര് ഒരു 8 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ കുറേ ബാത്റൂംസും പിന്നെ ടവൽസൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹലോ. പിന്നെ മേക്കപ്പ് ടവൽ, പിന്നെ ആ ഡ്രോത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മെഡിസിൻസ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം, കാരണം ഇവിടെ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ. ബാത്റൂമിനകത്താണെങ്കിൽ ഷാംപൂ, ബോഡി വാഷ്, കണ്ടീഷണർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാത്റൂമും എനിക്ക് നല്ല ഇഷ്ടമായി. ഫ്ലോറിങ്സ് നല്ല ഫ്രിക്ഷനായിട്ട് നമ്മൾ സ്ലിപ്പ് ചെയ്ത് പോവാത്ത വിധം നല്ല ഫ്ലോറിങ്സ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ജങ്ക കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് റിയലി നൈസ് ഗെയിം. 4 പേരും വിട്ടുകൊടുക്കാത്ത പോരാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗെയിം എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ബ്ലോക്ക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുഞ്ഞ് ബ്ലോക്ക് നമ്മൾ ഫുൾ വീഴാത്ത വിധം എടുത്ത് മുകളിലോട്ട് വെക്കണം. അങ്ങനെ ആരെടുക്കുമ്പോഴാണ് വീഴുന്നത് അവർ ഫെയിലായി. പിന്നെ അവിടെ നിന്നാണ് നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ലൈക്ക് ബാലൻസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള നമുക്ക് എക്സാക്ട് പഠിപ്പിച്ച് തരുന്നൊരു ഗെയിമായിരുന്നു കേട്ടോ അത്. ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ അവരത് ആ ഫ്ലോക്ക് വീഴുന്നതിന് മുന്നേ അവർ ഷെയ്ക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ പ്ലേയിങ് ദിസ്. ഞങ്ങൾ കാർഡ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഗെയിം കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇത് കളിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഗെയിം അറിയില്ല, പക്ഷേ ഞാൻ ഇന്നാണ് പഠിച്ചത് ആക്ച്വലി. രാവിലെ ആയപ്പോൾ ആണ് ആക്ച്വലി എയർബിഎൻബി ചുറ്റും കാണാൻ പറ്റിയത്. ഇറ്റ് വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. ഒരു കാടിൻ്റെ ഉള്ളിൽ ഉള്ളൊരു എയർബിഎൻബി. ഇവിടെ നമുക്ക് എല്ലാവർക്കും ചുറ്റും ഇരുന്ന് നൈറ്റ് 5 പ്ലേസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ. കുറച്ച് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് 5 പ്ലേസൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ജക്കൂസി. ഇവിടെ ഒരു അടിപൊളി ജക്കൂസി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാതെ ഇവിടെ കോഴ്സ് ഞാനത് യൂസ് ചെയ്തു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ആ തണുപ്പത്ത് ആ കാടിൻ്റെ നടുക്ക് ജസ്റ്റ് ഇമാജിൻ ആ ജക്കൂസിയിലിരുന്ന വ്യൂ ഒക്കെ കാണുക. അങ്ങനെ കുറേ നേരം ഞാൻ
ചെക്കേഴ്സിലൊക്കെ ഇരുന്ന് അങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് വേണം ഹറിക്കേൻ റിഡ്ജ് പോകാൻ. അങ്ങനെ ഹറിക്കേൻ റിഡ്ജ് പോകാൻ റെഡിയാവുമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അത് കഴിച്ചു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, കിച്ചണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഉപ്പുമൊക്കെ ഉണ്ടാക്കാനുള്ള റവയൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ റവയൊക്കെ വെച്ച് ഉപ്പുമൊക്കെ ഉണ്ടാക്കി ഉമ്മയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ചു. തീ നോക്കി ഫ്ലവേഴ്സൊക്കെ, ഇത് ഞങ്ങളുടെ എയർബിഎൻബിന് ചുറ്റും ഉണ്ടായിരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. ഞങ്ങൾ നേരെ ടെസ്ലയിൽ ഹറിക്കേൻ റിഡ്ജിക്കുള്ള മാപ്പ് ഇട്ട് പോവാണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.